എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അവന്തിക അടുക്കളയിൽ കയറി ഒരു ചായയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണേ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജലജ ചെല്ലുന്നത്. എന്നിട്ട് ചോദിക്കും, നീ എന്താ ഈ അടുക്കളയിൽ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പം അവന്തിക പറയും, ഞാനൊരു ചായ ഉണ്ടാക്കുക. നീ ചായയൊക്കെ ഉണ്ടാക്കുക എന്ന് ചോദിക്കുമ്പോൾ, അതെന്താ ഞാൻ ചായ ഉണ്ടാക്കിയാൽ ശരിയാകിയല്ലേ, ഇനിയിപ്പം എല്ലാം പഠിക്കണമല്ലോ, അമ്മ തന്നെ അടുക്കളയിൽ കയറി കിടന്ന് കഷ്ടപ്പെടുകയല്ലേ, അപ്പം സഹായിക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയുമ്പം ജലജ പറയുവാണ്, ഇനി എനിക്ക് വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടാകുകയില്ല. ഏതായാലും ആ കനക സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു. എന്നിട്ടും നവ്യ അതൊന്നും വിശ്വസിച്ചില്ല. അവൾ അതിനേക്കാളേറെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നേക്കാൾ ഏറെയാണ് അഭി ഇപ്പം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ നിൻ്റെ അമ്മായി, അവളുടെ അടുത്ത് ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൾ വിചാരിച്ചാലും ഇനി ഞങ്ങളെ പേടിപ്പിക്കാനും കഴിയേല എന്നൊക്കെ പറയുമ്പം അവന്തിക പറയുന്നുണ്ട്, അങ്ങനെ അമ്മ വിചാരിക്കുമൊന്നും വേണ്ട, ഇനിയും അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ആ അനഘ എന്ന് പറയുന്ന പെൺകുട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി വഴക്കായിട്ടുണ്ടെങ്കിൽ ആദർശേട്ടൻ ഇതുമായി കേസിന് പോയിട്ടുണ്ടെങ്കിൽ കോടതി തന്നെ അത് പ്രൂവ് ചെയ്യാൻ പറയും. അങ്ങനെ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഭിയേട്ടൻ്റെ മോള് തന്നെയാണ് ചന്തു എന്ന് തെളിയും. അതുകൊണ്ട് അമ്മ ഒരുപാട് അങ്ങ് അഹങ്കാരം കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്. അമ്മയുടെ മോൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അമ്മയ്ക്കും അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട്, എടിയൊന്നും മിണ്ടാതിരിക്കുക, ഇത് കേട്ടിട്ട് വേണം അവൾ ഈ വീടിനി തിരിച്ചു വയ്ക്കാൻ, അതുകൊണ്ട് അങ്ങനെയൊന്നും സംസാരിക്കരുത് എന്ന് പറയുമ്പം അങ്ങനെയുള്ള കാര്യം അമ്മയും ഓർത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവന്തിക അങ്ങ് പോവാണേ. അവന്തിക ആ ചായയായിട്ട് ചെല്ലുന്നത് അനിയുടെ അടുത്തോട്ടാണ്. പയ്യെ അനിയെ എങ്ങനെയെങ്കിലും കറക്കി കുപ്പിയിലാക്കാൻ വേണ്ടിയാണ് ചെല്ലുന്നത്. ചായ കൊണ്ട് കൊടുക്കുന്നു. അന്നേരം നീ ചായയൊക്കെ ഇടുവോ എന്ന് ചോദിക്കുവാണ് അനി. അന്നേരം അതെന്താ ഞാൻ ചായ ഇട്ടാൽ ശരിയാകിയല്ലേ എന്ന് അനിയോടും ചോദിക്കുന്നുണ്ട്. എന്തായാലും അനിയ അത് കുടിച്ചിട്ട് ചോദിക്കും, ഇതിൻ്റെ അകത്ത് നീ ഏലക്ക ഇട്ടിട്ടുണ്ടോ എന്ന്. അന്നേരം അവന്തിക പറയുന്നുണ്ട്, അത് എൻ്റെ ഒരു സ്പെഷ്യൽ ബൂസ്റ്റർ ചായയാണ്, എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. അന്നേരം കുഴപ്പമില്ല, നല്ല സൂപ്പറാണ് എന്ന് പറയുവാണേ. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പം അവന്തിക പറയുക, ഞാനിവിടെ ആകെ ബോറടിക്കുവാണ്. നേരത്തെ ഇവിടെ ആദർശേട്ടനും നയനേച്ചിയും ഒക്കെ ഉണ്ടായിരുന്നു, അവർ പോയി. അതുപോലെ പെട്ടെന്നാണ് അനിയേട്ടനെ പിടിച്ച് MD ആക്കിയത്. അനിയേട്ടനും ആകെ തിരക്കായി. എനിക്കിപ്പോൾ അമ്മായി മാത്രമേ സംസാരിക്കാനുള്ളൂ. എൻ്റെ അമ്മയുടെയും ആങ്ങളയുടെയും കാര്യം അറിയാലോ, അവരോട് സംസാരിക്കാനൊന്നും കൊള്ളത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് ആകെ ബോറടിക്കുക. അതുകൊണ്ട് ഇടയ്ക്ക് കമ്പനിയിലേക്കൊക്കെ പോകുമ്പം എന്നെ കൂടി കൊണ്ടുപോകാൻ മേലെ എന്ന് ചോദിക്കുന്നുണ്ടേ. അന്നേരം അനി ചോദിക്കും, ഞാനെന്തിനാ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്, നിനക്ക് അങ്ങോട്ട് വരാലോ, അത് നിൻ്റെയും കൂടെ സ്ഥാപനമല്ലേ എന്ന് ചോദിക്കുവാണേ. അന്നേരം ഞാനിടയ്ക്ക് ഇടിച്ച് കയറി വരുന്നുണ്ട് എന്ന് പറയും. അന്നേരം അനി പറയും, നീ ഇടിച്ച് കയറിയൊന്നും വരണ്ട, നേരെ അങ്ങ് വന്നാൽ മതി, അവിടെ ഒരു പ്രശ്നമില്ല എന്ന് പറയും. എന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം മുഖത്തേക്ക് നോക്കിയിട്ട്, നിനക്ക് അവിടെ MD കസേരയിൽ ഇരിക്കണമെന്നുണ്ടോ, MD ആകണമെന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊക്കെ സാധിക്കുമോ, എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹമൊന്നുമില്ല എന്ന് പറയും. അന്നേരം അനി പറയുവാണ്, നീ MBA ഒക്കെ കഴിഞ്ഞതല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ എന്ന്. അന്നേരം MBA കഴിഞ്ഞു എന്ന് കരുതി MD ആകാൻ പറ്റുമോ, അതിന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് പിന്നെയും അനിയോട് ഇത്തിരി ഇഷ്ടം കൂടാൻ വേണ്ടി അനിയോട് പറയുവാണ്, അനിയേട്ടൻ്റെ ഈ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റണം, ഈ ഡ്രസ് കോഡൊക്കെ ഒന്ന് മാറ്റി ആ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റണം എന്ന് പറയുമ്പം ഇപ്പം വലിയ കുഴപ്പമില്ലാതെ ഞാൻ മുന്നോട്ട് പോവുക, അതുകൊണ്ട് ഇതൊക്കെ മതി എന്ന് പറയും. അന്നേരം അവന്തിക പറയുവാണ്, ആദർശേട്ടനെ മോഡലാക്കി ജീവിക്കുന്ന ആളല്ലേ അനിയേട്ടൻ, എന്നിട്ട് എന്തേ ആദർശേട്ടനെ പോലെ ഡ്രസ് കോഡൊന്നും ചെയ്യാത്തത്, ആ രീതിയിലൊക്കെ അനിയേട്ടൻ പിന്നോട്ടാണ് എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട്, ആദർശേട്ടൻ എന്നെക്കാളും കുറച്ചുകൂടെ ഹാൻഡ്സമാണ്, അതുപോലെ അല്ലല്ലോ ഞാൻ, എൻ്റെ ശരീരത്തിന് ചേരുന്ന രീതിയിലുള്ള ഡ്രസ്സൊക്കെയാണ് ഞാൻ ധരിക്കുന്നതെന്ന് പറയുമ്പോൾ, എങ്കിലും കുറച്ചുകൂടി ഒന്ന് ശരിയാകാനുണ്ടെന്നേ, അനിയേട്ടന് ഞാൻ കുറച്ച് ഡ്രസ്സ് എടുത്ത് തരട്ടെ എന്ന് ചോദിക്കുമ്പം അനി പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ടോ, ഞാൻ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെയാണ് പോകുന്നത് എന്ന് പറയുക. അന്നേരം അവന്തിക പിന്നെയും പറയുവാണ്, കുറച്ചുകൂടെ ശരിയാകാനുണ്ട് അനിയേട്ടാന്ന്. അന്നേരം അനി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഇപ്പം മാറാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചേക്കുന്നത് എന്ന്. അന്നേരം അവന്തികയുടെ മുഖം അങ്ങ് മങ്ങുവേ. ആ രീതിയിൽ ഒന്ന് ഇടിച്ച് കയറാം എന്ന് ഓർത്തതാണ്, പക്ഷേ അനി അവിടെ തന്നെ അങ്ങ് ബ്ലോക്ക് ഇട്ടു. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ ചായയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഈ സമയത്ത് ഒരു ചായ ഇട്ട് തരാൻ തോന്നിയ മനസ്സിന് താങ്ക്സ് എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ ചോദിക്കും, നിൻ്റെ വിഷമമൊക്കെ മാറിയോ, നവീൻ വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ നീ ആകെ വിഷമത്തിലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ, അത് ഒരു ദിവസത്തേക്കുള്ളായിരുന്നു, അയാളോട് പോകാൻ പറ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൂളായിട്ട് പോവുകയാണ് അവന്തിക. ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽപ്പുണ്ടേ അനിയെ. പിന്നീട് ആദർശിനെയാണ് കാണിക്കുന്നത്. ആദർശ ആ ഹോട്ടലിൽ റൂം എടുക്കാൻ വേണ്ടി ചെന്നതാണ്. അവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്നുണ്ട്, നല്ല തിരക്കുണ്ട്, പിന്നെ ഡേവിഡ് സാറ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് റൂം തരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ റൂം എടുക്കാൻ വേണ്ടിയുള്ള ID കാർഡൊക്കെ കൊടുക്കുന്നുണ്ട്. ഒറിജിനലിനെ വെല്ലുന്ന
ID കാർഡാണ് ആദർശ് കൊടുക്കുന്നതെന്നൊക്കെ ആദർശ് സ്വന്തമായിട്ട് മനസ്സിൽ പറയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ റൂം ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നാഗേന്ദ്രൻ വരുന്നത്. നാഗേന്ദ്രൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് മാസ്കൊക്കെ വെച്ചാണ് കയറി വരുന്നത്. അപ്പം അവിടെ ആദർശ് നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും ആകെ ടെൻഷനാവും. പഞ്ചാബി വേഷത്താണല്ലോ, അതുകൊണ്ട് മനസ്സിലാവുന്നില്ല. അന്നേരം നാഗേന്ദ്രൻ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്, എന്തിനാ പുറത്തുള്ളവർക്ക് ഇവിടെ റൂം കൊടുക്കുന്നത്, ഇങ്ങനെ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തിട്ട് ദേഷ്യപ്പെട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് നാഗേന്ദ്രൻ എത്തുമ്പം ആദർശിനെയും കൊണ്ട് ആ റൂം ബോയ് ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് വരുവാണ്. അന്നേരം നാഗേന്ദ്രൻ പെട്ടെന്ന് സ്റ്റെപ്പിൻ്റെ അപ്പുറത്തേക്ക് മാറി ഇവർ കാണാതെ ഒളിച്ച് നിൽക്കുവാണേ. അപ്പോഴത്തേക്കും ആദർശും റൂം ബോയും കൂടെ അങ്ങോട്ട് എത്തുന്നു. ലിഫ്റ്റ് ഓപ്പൺ ആകുമ്പോൾ അവർ കയറിപ്പോവും. അത് കഴിഞ്ഞ് നാഗേന്ദ്രനും പുറകെ കയറി പോകുന്നുണ്ട് റൂമിലേക്ക്. നാഗേന്ദ്രന് നല്ല ദേഷ്യം വരുന്നുണ്ട് പുറത്തുള്ള ആൾക്ക് അവിടെ റൂം കൊടുത്തതുകൊണ്ട്. ആദർശിനെ റൂമിൽ കൊണ്ടാക്കിയിട്ട് റൂം ബോയ് പോകുന്നു. ഈ സമയം നാഗേന്ദ്രൻ പെട്ടെന്ന് മാനേജറെ വിളിക്കും. എന്നിട്ട് മാനേജറോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ചോദിക്കുവാണ്, താൻ എന്തിനാണ് പുറത്തുള്ളവർക്ക് ഇവിടെ റൂം കൊടുത്തേക്കുന്നത്, അങ്ങനെ കൊടുക്കരുതെന്ന് പറഞ്ഞേക്കുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം, സാറേ അത് പുറത്തുള്ളവരല്ല, പുറത്തുള്ള ആളല്ല, നമ്മുടെ ഒരു കസ്റ്റമറാണ്, ഡേവിഡ് സാറ് പറഞ്ഞിട്ടാണ് കൊടുത്തത് എന്നൊക്കെ പറയുമ്പം, ആര് പറഞ്ഞാലും ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ അവസാന വാക്ക് എന്ന് തനിക്കറിയാലോ, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അയാളെ ഇവിടുന്ന് വെക്കറ്റ് ചെയ്ത് വിടണമെന്ന് പറയും. കാരണം സാറേ ഞാൻ ഇനിയിപ്പോൾ എന്താ അതിനൊരു മറുപടി പറയുന്നത്, അയാളോട് എന്ത് കള്ളത്തരം പറഞ്ഞാൽ ഇറക്കി വിടും എന്ന് ചോദിക്കുമ്പം, അങ്ങനെ കള്ളത്തരം പറയാൻ കഴിവുള്ള ഒരാളാണ് താൻ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ കൂടെ ഉള്ള എല്ലാവരും ഇതുപോലെ കള്ളത്തരം പറയാൻ കഴിവുള്ളവരാണ്. അങ്ങനെയുള്ളവരെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ താൻ എന്തെങ്കിലും പറഞ്ഞ് അയാളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിരിക്കണം. ഞാൻ ഭയങ്കര രഹസ്യ സ്വഭാവമുള്ള ജോലിയാണ് ചെയ്യുന്നത്. ഞാൻ പുറത്ത് പോകുമ്പം പോലും മുഖം മറിച്ചാണ് പുറത്ത് പോകുന്നത്. അതൊക്കെ തനിക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അന്നേരം അങ്ങനെ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ടോളാം എന്ന്. അങ്ങനെ അയാൾ നാഗേന്ദ്രൻ്റെ അടുത്ത് നിന്ന് പോകുന്നു. നേരെ ആദർശിൻ്റെ റൂമിൻ്റെ അങ്ങോട്ട് ചെല്ലുവാണ്. ആദർശ് അന്നേരം തലയിലെ ആ ടർബനൊക്കെ മാറ്റി അവിടെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇയാൾ വരുന്നത് പെട്ടെന്ന് അതൊക്കെ എടുത്ത് വെച്ച് ഒന്നുകൂടെ താടിയൊക്കെ സെറ്റാക്കിയിട്ട് റൂം തുറക്കുന്നു. അന്നേരം മാനേജർ പറയുവാണ്, സാറേ ഒരു അബദ്ധം പറ്റിയതാണ് ഞങ്ങൾക്ക്. ഇവിടെ കുറേ റൂം ഒരു കല്യാണ പാർട്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ കല്യാണം എന്തോ പ്രശ്നം വന്ന് ക്യാൻസലാകും എന്നൊക്കെ ഒരു സംശയം ഉള്ളത് കൊണ്ടാണ് ഇനിയിപ്പോൾ അവർക്ക് റൂം വേണ്ട എന്നോർത്ത് സാറിന് തന്നത്. പക്ഷെ അവർക്കിപ്പോൾ റൂം വേണം എന്ന് പറഞ്ഞു എന്ന് പറയും. അന്നേരം ഈ ഒരു റൂം മാത്രമല്ലല്ലോ ഈ ഹോട്ടലിലുള്ളത്, എനിക്ക് ഈ റൂം അല്ലെങ്കിലും വേറൊരു റൂം തന്നാലും മതി എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ്. പക്ഷേ പറ്റില്ല സാർ, വേറൊരു റൂം എടുക്കാനില്ല, അവർ കുറേ പേരുണ്ട്, അവർക്ക് വേണ്ടി ബുക്ക് ചെയ്തിരുന്നതാണ്. പിന്നെ MD സാറിൻ്റെ അടുത്ത ബന്ധുക്കളാണ് അവർ, അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടുകയില്ല ഇനി റൂമിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുമ്പം ആദർശ് പറയും ഇത് ഭയങ്കര ചീറ്റിംഗ് ആയി പോയി എന്നൊക്കെ. എന്നിട്ട് ഏതായാലും ഞാൻ തന്ന പൈസ തിരിച്ച് നേരെ റീഫണ്ട് ചെയ്താൽ ഞാൻ പോയിക്കോളാം എന്ന് പറയുവാണ് ആദർശ്. അങ്ങനെ ആ കേസ് അവിടെ തീരുന്നു. ഏതായാലും റൂം അടച്ചതിന് ശേഷം ആദർശ് നേരെ നന്ദുവിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് നന്ദുവിനോട് പറയും, ഞാനിവിടെ ഹോട്ടലിൽ വന്ന് റൂം ബുക്ക് ചെയ്യുന്നതും അതുപോലെ ഇറങ്ങി പോകുന്നതും ഒരേ സമയത്തായി പോകുന്നു. കാരണം ഞാനിവിടെ വന്നതിന് ശേഷം MDക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് പുറത്തുനിന്ന് ഒരാൾക്ക് റൂം കൊടുത്തത്. അതുകൊണ്ട് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞു. അതിന് പറഞ്ഞ കാരണങ്ങളൊക്കെ കള്ളത്തരമാണ് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നന്ദുവിൻ്റെ ഒരു കണ്ണ് ഈ ഹോട്ടലിനെ ചുറ്റിപ്പറ്റി വേണമെന്നൊക്കെ പറയുമ്പം അത് ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയുന്നുണ്ട് നന്ദു. ഏതായാലും ആദർശ് അവിടെ നിന്ന് ഇറങ്ങുവാണ് എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ 3 മാസത്തെ ചടങ്ങാണ്, അടുത്ത ദിവസം തലേദിവസം തന്നെ വന്നേക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നന്ദു പറയും, ഈ ജോലി ആയതുകൊണ്ട് ദിവസം വരാൻ പറ്റുമോ എന്നറിയില്ല, ഏതായാലും രാവിലെ ഞാൻ അവിടെ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ ഫോം വയ്ക്കുന്നു. പിന്നെ കാണിക്കുന്ന മുത്തശ്ശനെയാണ്. മുത്തശ്ശൻ ഒരു നല്ല നെക്ലേസ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് നയനിക്ക് വേണ്ടി. അത് മുത്തശ്ശിയെ കാണിക്കുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷം. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കിതുപോലെ നല്ലൊരു നെക്ലേസ് ഇതുവരെ വാങ്ങിച്ച് തന്നിട്ടില്ല കേട്ടോ എന്ന്. അന്നേരം ഈ പ്രായത്തിൽ തനിക്കിനി നെക്ലേസ് വേണമെന്ന് ചോദിക്കുമ്പോൾ, ഓ വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ, ഏതായാലും അങ്ങയുടെ മനസ്സിൽ കൊച്ചുമോനും ഭാര്യയും ഒക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പം, പിന്നെ അല്ലാതെ എൻ്റെ നയനമോൾക്ക് 3 മാസ ചടങ്ങിന് സന്തോഷത്തോടെ ഇത് കൊണ്ട് കൊടുക്കണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ സാധിക്കത്തില്ലല്ലോ, എൻ്റെ മനസ്സ് ചടങ്ങ് നടക്കുമ്പം അവിടെയായിരിക്കും, ശരീരം ഇവിടെ ആണെങ്കിലും എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. ഏതായാലും ഈ നെക്ലേസ് എല്ലാവരും ഒന്നും കൊണ്ട് കാണിക്കാൻ പോവാണ് എന്ന് പറഞ്ഞാൽ മുത്തശ്ശി പോവേ. പിന്നെ മുത്തശ്ശൻ പറയും, പോയിക്കോ, ഞാൻ പുറകെ വന്നേക്കാം എന്ന്. മുത്തശ്ശി താഴെ പോയി എല്ലാവരും കാണിക്കുന്നു. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഈ ഡിസൈൻ അവർ കണ്ടിട്ട് പോലും ഇല്ല എന്നാണ് പറയുന്നത്. അത്രയും നല്ല നെക്ലേസാണ്, ഇത് എവിടുന്നാണ് മേടിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പം മുത്തശ്ശി പറയും, ഒരിടത്തൊന്നും മേടിച്ചതല്ല, എൻ്റെ കുറച്ച് സ്വർണം കൊടുത്തിട്ട് ഞാൻ പണിയിപ്പിച്ചതാണ് എന്ന്. അന്നേരം ഇത് കാണുന്ന ജലജയ്ക്കങ്ങ് സഹിക്കാൻ പറ്റുന്നില്ലേ. ഈ സമയം മുത്തശ്ശൻ അങ്ങോട്ട് ഇറങ്ങി വരും. അന്നേരം മുത്തശ്ശനോട് പറയും, ദേ ഇങ്ങനെ അമ്മ ഒരു നെക്ലേസ് പണിയിപ്പിച്ചു, നല്ല ഭംഗിയുണ്ട്, നമ്മുടെ ജ്വല്ലറി പോലെ ഇത്രയും നല്ലൊരു ഡിസൈൻ ഇല്ല എന്നൊക്കെ പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് അയാളുടെ ഇഷ്ടം, അയാൾ എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ, കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ, പ്രായമായ ആൾക്കാരുടെ ആഗ്രഹങ്ങളെയും ഇഷ്ടങ്ങളെയും ഒന്നും ഞാൻ തടയുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കമ്പനി തകർത്തിട്ട് ഇറങ്ങിപ്പോയ ഒരുത്തൻ്റെ ഭാര്യയാണ് നയന
നയന, അത് താൻ മറക്കരുതെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ വെറുതെ കുറേ ഡയലോഗ് അടിക്കുവാണ്. എന്നിട്ട് ഇത് കേട്ടിട്ട് മുത്തശ്ശിക്ക് ചിരി വരുന്നുണ്ട്. അന്നേരം ദേവേനി പറയുവാണ്, മോള് നല്ലൊരു ഡിസൈനറാണ്, അതുകൊണ്ട് ഏത് ഭാഷം കൊണ്ട് കൊടുത്താലും മോൾക്ക് അത്രയ്ക്ക് അങ്ങ് തൃപ്തി ആകണം എന്നൊന്നുമില്ല, പക്ഷേ ഈ ഡിസൈൻ ഭയങ്കരമായിട്ട് മോൾക്ക് ഇഷ്ടപ്പെടും എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുവാണ്, അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ, പിന്നെ എന്തിനാ എന്നോട് പറയുന്നത് എന്ന്. പിന്നെ ആ ഡിസൈനിനെ ഇവരെല്ലാവരും അങ്ങോട്ട് പുകഴ്ത്തുമ്പം മുത്തശ്ശൻ ജയനോട് പറയുന്നുണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും ആ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് അനിയെ കാണിക്കുക, എന്നിട്ട് അങ്ങനത്തെ മോഡൽ കുറച്ച് നെക്ലേസ് പണിത് ജ്വല്ലറി വെക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഭയങ്കര നിശിതമായിട്ട് ആദർശിനെ വിമർശിക്കുകയും നയനയുടെ ഒട്ടും ഇഷ്ടമില്ലാത്തതുപോലെ ഓരോ ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കുകയും ചെയ്യുന്ന മുത്തശ്ശനെ നോക്കി ഒരു ചിരിയോടെ നിൽക്കുന്ന മുത്തശ്ശിയെ കാണിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് മുത്തശ്ശനും ഇടയ്ക്ക് ഇങ്ങനെ പാളി നോക്കുന്നുണ്ട് മുത്തശ്ശിയെ. എന്തായാലും ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്.